ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുദീന. ഇന്ന് നമ്മൾ കൊട്ടിയത്തേക്കാണ് പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. പിന്നെ ഇത് നമ്മുടെ പുതിയ പണി നടന്നുകൊണ്ടിരിക്കുന്ന പാർക്കിംഗ് ഏരിയ. എനിക്ക് കുറച്ച് ക്രാഫ്റ്റിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബർത്ത്ഡേ ഹാമ്പർ, എൻഗേജ്മെന്റ് ഹാമ്പർ, അതുപോലെയുള്ള സംഭവം. അങ്ങനെ നമ്മൾ ഹാമ്പർ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ കയറി. ഓരോ ബോക്സ് എടുക്കുമ്പോഴും ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ബർത്ത്ഡേ ഹാമ്പർ ചെയ്യാനുള്ള ബോക്സാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ബോക്സ് തന്നെ കിട്ടി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇവിടെ കാറിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കാറിന്റെ മാത്രമല്ല കേട്ടോ, എല്ലാ ടോയ്സും ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ കൊട്ടിയം ഡ്രീംസ് മാളിലാണേ ഉള്ളത്. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും വന്ന് കുറച്ച് ടോയ്സ് ഒക്കെ നോക്കിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് ഇത്. പിന്നെ ഇവിടെ 3rd ഫ്ലോറിലുള്ള പെപ്പ് പ്ലാനറ്റിലേക്ക് കയറി. ഇവിടെ കിഡ്സിനും നമുക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഗെയിംസും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ വരാൻ പറ്റിയ നല്ല കിഡിലൻ സ്പോട്ടാണ്. നമ്മൾ KFC കഴിക്കാൻ കയറി. വെനസ്ഡേ ആണ് KFC കഴിക്കാൻ ബെസ്റ്റ് ഡേ. കാര്യം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് വെനസ്ഡേയിൽ കുറച്ചുകൂടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. പിന്നെ നമ്മൾ വരുന്ന വഴി വേറൊരു ഷോപ്പിലൂടെ കയറിയായിരുന്നേ. ഇവിടെ ടോയ് കാർസിന്റെയും ബൈക്സിന്റെയും ഒക്കെ നല്ല വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് തന്നെയുണ്ട്. അവിടെ നിന്ന് കാറിന്റെ ട്രയലൊക്കെ നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കൊല്ലത്തുള്ള വി പാർക്കിലും കയറി. അവിടെ കുറച്ചേരം നിന്ന് പാട്ടൊക്കെ കേട്ട് ഗെയിംസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണേ. ഇനി പോകുന്ന വഴി നാളെ നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനുള്ള കസ്റ്റമറിന് ഒരു കേക്ക് കൂടെ വാങ്ങണേ. രാത്രി ആയതുകൊണ്ട് തന്നെ കടയൊക്കെ അടച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു ഷോപ്പിൽ കയറി. അവിടെ ചെന്നപ്പോൾ കേക്ക് ഉണ്ട്, ബട്ട് എഴുതുന്ന ചേച്ചി താണ്ട് ഇപ്പൊ പോയുള്ളൂ എന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു. നാളെ രാവിലെ തന്നെ കൊടുക്കേണ്ട ഓർഡർ ആയതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, ഞാൻ തന്നെ അങ്ങ് എഴുതി. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു കേക്ക് പേരെഴുതി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.